അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ എംഎൽഎയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. 5 വർഷം കൊണ്ട് PV അൻവറിന്റെ വരുമാനം 64 കോടിയായി ഉയർന്നത് അന്വേഷിക്കും. PV അൻവർ ബിനാമി ഇടപാട് നടത്തിയെന്നും ED പറയുന്നു. 24 ബിഗ് ബ്രേക്ക്. മുൻ എംഎൽഎ PV അൻവറിനെതിരെ MLP ആക്ട് പ്രകാരമാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. ED കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരാകാനാണ് നോട്ടീസ്. മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ട് 2022 സെക്ഷൻ 17 പ്രകാരമുള്ള നടപടിയാണ് ED ആരംഭിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 21 അൻവറിന്റെ വീട്ടിലും വിവിധ സ്ഥാപനങ്ങളിലും KFC ഓഫീസിലും ED റെയ്ഡ് നടത്തിയിരുന്നു. അന്നത്തെ റെയ്ഡിൽ കിട്ടിയ രേഖകളുടെയും ED കണ്ടെത്തിയ നിർണായക വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. 2016 14 കോടി 38 ലക്ഷം രൂപ മാത്രം ആസ്തിയുണ്ടായിരുന്ന PV അൻവർ 2021 അത് 64 കോടി 14 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമുള്ള ഈ 5 വർഷം കൊണ്ട് സ്വന്തം സമ്പാദ്യം 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നാണ് EDയുടെ വിലയിരുത്തൽ. ബിനാമി പണമിടപാടുകളിൽ വിശദമായ അന്വേഷണം ED നടത്തുന്നുണ്ട്. അൻവറിന് പണം നൽകിയവരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. രാജ്യത്തിന് പുറത്തുനിന്നും അനധികൃതമായി പണം വന്നതായും EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അൻവറിനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിരിക്കുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.